ഏവർക്കും മെക്കേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ടാങ്ക് ഒരു പാർക്കിങ്ങിൽ വെച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ഏതോ ഒരു തെണ്ടി മറിച്ചിട്ട് ഈ ഗുണത്തിലാക്കിയത്. ഇത് ശരിയാക്കാനായിട്ട് ഉള്ള പണിയെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ടാങ്ക് റീപ്ലേസ് ചെയ്യും ചിലവർ, അല്ലെങ്കിൽ വേറൊരു പണി കൂടി ഉണ്ട്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് എങ്ങനെ ഇത് റീപ്ലേസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഓണാക്കിയിട്ടേക്ക്. അത് ജസ്റ്റ് ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആർക്കും ഒരു കുഴപ്പമില്ല, എനിക്കൊരു ഉപകാരമായി മാറുകയും ചെയ്യും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. വണ്ടിയുടെ ഈ ഭാഗത്തായിട്ടാണ് ചളക്കുള്ളത്. ആ ചളക്കിൻ്റെ ഇതിൽ ഇപ്പോൾ ഓൾറെഡി ആ സാധനം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എന്താണ് അപ്ലൈ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അത് ഇതാണ് ഞാനവിടെ അപ്ലൈ ചെയ്ത ഐറ്റം, എംസിൽ ഫട്ടാഫട്ട്. ഇതിപ്പോൾ എന്ത് വേണേലും ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ഇതിനാകെ ചിലവ് പറഞ്ഞതെന്ന് വെച്ചാൽ എത്രയാണ്? 10 രൂപ ചിലവ് കഴിഞ്ഞുള്ളൂ. ഇതും പിന്നെ വേറൊരു സാധനം കൂടി വേണം. അതെന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് യൂസ് ചെയ്ത ഒരു സാൻഡ് പേപ്പർ. അതിപ്പോൾ ഏത് ഗ്രേഡ്, ലോ ടു ലോസ്റ്റ് ഗ്രേഡ്, സ്മൂത്ത് ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇതിന് ഹാർഡായിട്ടുള്ള ഇതിലുള്ളതാണെങ്കിൽ അതൊന്ന് എവിടെയെങ്കിലും ഉരച്ചൊന്ന് സ്മൂത്ത് ആക്കി എടുത്താൽ മതി. കാരണം വെറ്റ് സാൻഡിങ് ചെയ്യാനുണ്ട് ടാങ്കിൻ്റെ മുകളിൽ. ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എംസിയിലെ പാക്കറ്റിൽ മിക്സ് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം, സിമ്പിളാണ്. എൻ്റെ ഉള്ളിൽ പാക്കറ്റ് നിർത്തുമ്പോൾ തന്നെ ഇതുപോലത്തെ 2 പാക്കേജസ് ഇട്ടു. അതിൻ്റെ അകത്ത് 2 കോമ്പൗണ്ട്സ് ഉണ്ട്. എപ്പോക്സി കോമ്പൗണ്ടാണ്. അതിൽ ഈ പാക്കറ്റിലെ കോമ്പൗണ്ടും ഈ പാക്കറ്റിലെ കോമ്പൗണ്ടും കൂടി മിക്സ് ചെയ്ത് കുറേ നേരം കയ്യിലിട്ട് ഉരുട്ടി മിക്സ് ചെയ്ത് നല്ലൊരു കോമ്പൗണ്ട് പരുവത്തിലാക്കുക. ആക്കിയതിന് ശേഷം എവിടെയാണോ ചളക്കുള്ളത് ആ ഭാഗത്തേക്ക് മാക്സിമം പൊത്തി വെക്കുക. മാക്സിമം പൊത്തി അടുപ്പിച്ച് തേച്ച് വെക്കുക. തേച്ച് വെച്ച് കഴിയുമ്പോഴേക്കും പിന്നെ തേച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ അരികു ഭാഗത്തിലൊക്കെ വരുമ്പോൾ ഈ അരികത്തോട് ചേർന്ന് വരുന്ന ഭാഗത്തൊക്കെ നല്ല സ്മൂത്ത് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ നഖം കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്മൂത്താക്കി വെക്കുക. വേറെ പുറമേ നിന്ന് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഒരു ആൻഡുലേഷൻസ് വ്യത്യാസം തോന്നാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ചുറ്റും എന്നിട്ട് അത് ഉണങ്ങാൻ വേണ്ടി വെക്കുക. ഉണങ്ങാൻ വെച്ചതിന് ശേഷം കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് ആ എംസിലിൻ്റെ ഭാഗത്തേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക, നനച്ചു കൊടുക്കുക. വെറ്റ് സാൻഡിങ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നനക്കുക. ശേഷം കൈ കരുതിയ സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ലവണ്ണം റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെറ്റ് സാൻഡ് തന്നെ ചെയ്യണമെന്ന് പറയാൻ കാരണം വെറ്റ് സാൻഡ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷ് ആയിരിക്കുള്ളൂ. നല്ല മിനുമിനുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്രതലം കിട്ടും. അങ്ങനെ ആവശ്യത്തോടെ ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കുന്ന ഭാഗങ്ങളെന്ന് വെച്ചാൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കൈയും കൊണ്ട് അപ്ലൈ ചെയ്യണോണ്ട് ചെന്ന് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വണ്ടിയുടെ ടാങ്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും സ്മൂത്തായിട്ട് വണ്ടിയുടെ ടാങ്കിൽ ആ ചളക്ക അങ്ങോട്ട് പോയി കിട്ടും. പിന്നെ ഈ പാടും ഈ വൃത്തികേട് ഭാഗം കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി പിന്നെ വേറൊരു പണിയും കൂടി ഉണ്ട്. ഇതിപ്പോൾ ഏറ്റവും ചീപ്പസ്റ്റ് വേ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഇത് പറയണം. അതിപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ജസ്റ്റ് ഇതുപോലത്തെ ഒരു പെയിൻറ്റ് ക്യാൻ വാങ്ങിക്കുക. ഇതിപ്പോൾ ഞാൻ വെച്ചാൽ നെറോലാക്കിൻ്റെ സിന്തറ്റിക് ഇനാമൽ ഹൈ ഗ്ലോസ് ബ്ലാക്ക് പെയിൻ്റാണ്. ഇതിനിപ്പോൾ എത്ര വിലവായി? 44 രൂപ. 44 രൂപ ഇതിന് വില വന്നിട്ടുള്ളൂ. ഇതിൽ മെയിനായിട്ട് നമുക്ക് ആവശ്യം വന്നതെന്ന് വെച്ചാൽ ഇത് കയ്യിൽ ബ്ലാക്ക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്ത് ചുമ്മാ ഒന്ന് മുകളിൽ കൂടി അടിച്ചാലും മതി. ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് കാണാനും എനിക്ക് കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ ചിലവ് വന്നേക്കണം. ഇത് എൻ്റെ നേരത്തെ പെയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റിൻ്റെ കാര്യം ചിലവൊന്നുമില്ല. പിന്നെ വന്നത് 10 രൂപയുടെ എംസിയിലാണ്. ആ രണ്ടും കൊണ്ടാണ് ടാങ്കിൻ്റെ ഫിനിഷ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളുടെ ടാങ്കിൽ ചളക്കെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് ഓക്കെ ആയിട്ട് എടുക്കുക. പിന്നെ വീഡിയോ കാണാനൊക്കെ ഞാൻ പറയുകയാണ്, ഇത് ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബേഴ്സ് ബട്ടൺ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
വളരെ ചെറിയൊരു ചാനലാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും ഒന്ന് തികയ്ക്കാനുള്ളൊരു തത്രപ്പാടിലാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ജസ്റ്റ് റിമൈൻഡർ, ഇത് MC അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഏത് ചളക്കുള്ള ഭാഗത്തൊന്ന് സാൻഡ് പേപ്പറിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് പിടിച്ചിട്ട് വേണം MC തേക്കാൻ. അല്ലെങ്കിൽ MC അതിൽ പിടിച്ചിരിക്കത്തില്ല. അതാദ്യം ശ്രദ്ധിക്കണം.